പ്ലേസ്ഡ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി വളരെ തുച്ഛമാണ്. ആക്ച്വലി ഒരു കോളേജിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ നല്ല സാലറിയിൽ പ്ലേസ്ഡ് ആവുന്നുള്ളൂ. പക്ഷേ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് അങ്ങനെ അല്ല. കാരണം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഒരു 21 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചാൽ ആ കുട്ടിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ക്വാളിഫൈ ചെയ്ത് പുറത്തിറങ്ങിയാൽ കേരളത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഒരു 50-60,000 റുപ്പീസ് ഒരു കുട്ടിക്ക് കിട്ടും. അത് വേറെ ഒരു കോഴ്സിനും സാധ്യമല്ല. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. മാത്രമല്ല ഒരു വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ഡോക്ടറെ നമ്മൾ നോക്കുവാണെങ്കിൽ മേ ബി ദേ ആർ മേക്കിംഗ് ഗുഡ് മണി, പക്ഷെ അവരുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ കൊമേഴ്സ് ഇതിലേക്ക് വരുവാണെങ്കിൽ ദേ ആർ ഏണിംഗ് ഗുഡ് റെപ്യൂട്ടേഷൻ, ഡിഗ്നിറ്റി ഉണ്ട്, നല്ല സാലറി ഉണ്ട്, ഭയങ്കര ഡിമാൻഡും ഉണ്ട്. മാത്രമല്ലാതെ ഓഫ് കോഴ്സ് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ലൈഫ് സെറ്റ് ആവാൻ പറ്റും. കാരണം ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു 20-27 വയസ്സാകുമ്പോൾ നല്ലൊരു എമൗണ്ട് സാലറി ആയിട്ട് ഉറപ്പായിട്ടും ആൾക്കാരാ. ഉറപ്പായിട്ടും. കാരണം സാധാരണ ഒരു കുട്ടിയുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ വലിയ തുക എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. പക്ഷെ അവർക്കൊന്നും അവർ ആ സ്പെൻഡ് ചെയ്ത റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഒരു 30 വയസ്സൊക്കെ ആയാലും പ്രോപ്പർലി കുട്ടികൾ ലൈഫിൽ സെറ്റിൽ ആവുന്നില്ല. കാരണം സാറിന് അറിയാലോ, ഒരു ഫാമിലിക്ക് കേരളം പോലത്തെ ഒരു സ്ഥലത്ത് മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു മാസം എത്ര രൂപ വേണം? ഒരു 60,000-70,000 രൂപയെങ്കിലും മിനിമം ഇല്ലാതെ ഒരു ഫാമിലി MBBS പഠിക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് കൊമേഴ്സ് പഠിക്കുന്നതാണ്. ഉറപ്പായിട്ടും അതെ. കാരണം ഡോക്ടേഴ്സിന് എന്തായാലും നമ്മുടെ നാടിന് ആവശ്യമാണ്, ഒരു തർക്കവും ഇല്ല ആ കാര്യത്തില്. കാരണം അല്ല, താങ്കൾ പറഞ്ഞത് ഗൗരവത്തിലാണ് ഞാൻ പറഞ്ഞത്. കാര്യം അറിയോ, ഞാൻ ഈ അടുത്തിടെ കൊച്ചിയിലെ ഒരു വലിയ ഒരു ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, MBBS ഡോക്ടർ, അത്രേ ആയിട്ടുള്ളൂ, MD ഇല്ല, 12,000 രൂപ ശമ്പളമുള്ളൂ. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. പണ്ട് ഇന്നസെന്റ് ആയിട്ടോ ചോദിച്ചു, എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അതുപോലെ ചോദിച്ചു. പക്ഷെ അവര് ജൂനിയറാണ്, ആ സ്ഥാപനത്തിൽ അങ്ങനെയൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. സാർ, അത് പ്രശ്നം ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഒരുപാടുണ്ട്. കാര്യം സാലറി കുറയുന്നത്. കാരണം അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഇവരെല്ലാം കൊമേഴ്സ് പഠിക്കാൻ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എത്ര കുട്ടികളുണ്ട് ഇപ്പം 35,000-ഓളം കുട്ടികൾ 35,000 കുട്ടികൾ പഠിക്കുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട്. കേരളത്തിൽ തന്നെ നമുക്ക് ഏകദേശം 16,000 കുട്ടികൾ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നുണ്ട്, 6 ക്യാമ്പസിലും കൂടെ. അപ്പോ ഈ വർഷം ഒരു വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം നമ്മൾ വലിയൊരു മാറ്റം ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നു. കാരണം വൈറ്റിലയിൽ നമ്മളൊരു ഇന്റർനാഷണൽ ക്യാമ്പസ്, അതായത് ഒരു വലിയ ക്യാമ്പസ് നമ്മൾ വൈറ്റിലയിൽ സാർ വന്നിട്ട് അതെ അതെ ഒരു 3,000 കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന, അതായത് ഇവരൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത് ബിഗ് 4 കമ്പനികളിലാണ്, അതായത് വലിയ കമ്പനികളിലാണ്. അപ്പം കുട്ടികൾ ശരിക്കും അവർക്ക് പഠിക്കുന്ന കാലയളവിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടണം. നമ്മളിപ്പോ കേരളത്തിലെ 6 ക്യാമ്പസുകളും ആ നിലവാരത്തിലേക്ക് ഈ വർഷം ഉയർത്തുകയാണ്. അപ്പൊ ഈ ക്യാമ്പസ് ശരിക്കും 2016 തുടങ്ങിയ, അതായത് 12 കാലിക്കറ്റ് തുടങ്ങിയെങ്കിലും ഈ ക്യാമ്പസ് വന്ന 2015-16 ഇപ്പൊ ഇവിടെ ഒരു 1,500 കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഇപ്പം പുതിയൊരു ക്യാമ്പസ് ഇപ്പൊ ഒരു 75,000 സ്ക്വയർ ഫീറ്റിന്റെ ക്യാമ്പസ് കാലിക്കറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാറാണി ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, ടൗണിൽ തന്നെയാണ്. അതിപ്പോ ഒരു 2-3 മാസത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യും. കേരളത്തിലെ മറ്റ് 5 നഗരങ്ങളിലും പുതിയ വലിയ ക്യാമ്പസുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. കൊച്ചിയിലെ വലിയൊരു എക്സ്പാൻഷനിലേക്ക് പോവാണ് കേരളത്തിൽ. നന്നായി, ഓൾ ദ ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. എനിക്കൊന്നും മാത്രമല്ല, താങ്കൾക്കും നല്ല ഡിമാൻഡ് വരുന്ന കാലമായത്. കാരണം താങ്കളുടെ പേരിന്റെ പ്രത്യേകത, ഈ ലയണൽ മെസ്സി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറൊരു ലോകമാണല്ലോ. അപ്പൊ ഈ ഓർവെൽ ലയണൽ ഇങ്ങനൊരു പേര് വരാൻ കാര്യം ഒന്ന്, എന്റെ ഫാദർ ജോർജ് ഓർവെൽ എന്ന് പറഞ്ഞ റൈറ്ററാണ്. അതെ, കറക്റ്റ്. ഓർവെൽ എന്നുള്ള പേരിടുന്ന ഫാദറുടെ പേര് സീഡ്രിക് ലയണൽ എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ലയണൽ എന്നുള്ള പേര്. അപ്പൊ ഓർവെൽ ലയണൽ ഫാദറുടെ പേരും കൂടെ കൂട്ടിയിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. എന്തായാലും നന്നായി. അപ്പൊ മാത്രമല്ല, നമുക്ക് അങ്ങോട്ട് ഒരു നന്ദി പറയണം. കാരണം നമ്മുടെ ഈ യാത്ര തിരുവനന്തപുരത്ത് ആരംഭിച്ച് നമ്മൾ കാസർഗോഡ്, ഇനി കണ്ണൂർ കാസർഗോഡ് കയറാൻ ഉള്ള സമയത്ത് ഞങ്ങളുടെ യാത്രയെ ഒരുപാട് അങ്ങ് എല്ലായിടത്തും ധാർമ്മികമായിട്ടും പൈശാചികമായിട്ടും, പൈശാചികം ഞാൻ ഉദ്ദേശിച്ച് ഇൻവെർട്ടർ കോമിലെ ഒക്കെ സഹായിച്ച ഒരാളാണ്. കേരള യാത്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയുടെ കോഴിക്കോട് ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ തത്സമയം കണ്ടത്.